വഴികളും അടയുകയാണ് അഭി. ഓരോ നിമിഷം കഴിയും തോറും പ്രതീക്ഷകള് അറ്റുപോയിക്കൊണ്ടിരിക്കുക. എന്താ വേണ്ടെന്ന് എനിക്കറിയില്ല. താൻ ധൈര്യമായിട്ടിരിക്കുക. കുറച്ച് പണം സംഘടിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അത് വേണ്ട വേണ്ട അഭി, അത് ശരിയാവില്ല. അതെ, ഇത്തരം സാഹചര്യത്തിലല്ല വാശി കാണിക്കേണ്ടത്. അനഘയുടെ അഖിലയുടെ കല്യാണമാണ് നമ്മുടെ ലക്ഷ്യം. അതിനിടയിൽ ദേവി ഇത് ഈ ദുരഭിമാനം ഒന്ന് മാറ്റിവെക്കുമോ? ദുരഭിമാനമൊന്നും അല്ല അത്. വേണ്ട അഭി. ഈ ബാങ്കിലെ സെക്രട്ടറിയുടെ അടുത്ത് എന്റെ ലോണൊന്ന് എൻഹാൻസ് ചെയ്യാമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പുള്ളി നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ അത് നടക്കും. അഭിക്ക് ഇപ്പൊ തന്നെ ഒരുപാട് ബാധ്യതകളുണ്ട്. ഞാൻ കാരണം അതിനിയും കൂട്ടുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. അതുകൊണ്ട് അത് വേണ്ട. ഈ ആവശ്യത്തിനുള്ള പണം കല്യാണത്തിന് മുമ്പ് കിട്ടിയില്ലെങ്കിലോ? എനിക്കൊന്നും അറിയില്ല. കുറച്ച് ദിവസങ്ങളായി ഞാൻ അനുഭവിക്കുന്ന വീർപ്പുമുട്ടൽ എത്രയാണെന്ന് അറിയോ അഭിക്ക്? പണം കിട്ടാത്തന്റെ പേടി ഒരു വശത്ത്, ആരോടും ഒന്നും തുറന്നു പറയാൻ പറ്റാത്തന്റെ വിങ്ങല് മറുവശത്ത്. ആലോചിക്കും തോറും എനിക്ക് ഭ്രാന്ത് പിടിക്കുക. പിന്നെ അഭി ചോദിച്ചില്ലേ സമയത്ത് പണം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന്? പിന്നെന്റെ മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ. എന്റെ കുട്ടികളുടെ ഏറ്റവും വലിയ സ്വപ്നം നടത്തി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അഖിലയുടെ അനഘയുടെയും കണ്ണീര് കാണാൻ എനിക്ക് വയ്യ അഭി. അങ്ങനെ ഉണ്ടായ പിന്നെ ഞാനില്ല. അമ്മ പോയ വഴിക്ക് ഞാനും പോവും. അമ്മ ജീവിച്ചു മടുത്തു. ഞാനും വരിക അമ്മയുടെ അടുത്തേക്ക്.
ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.